വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. എന്തെങ്കിലും കഴിച്ചോ നിങ്ങൾ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ, വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ? ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാൻ എങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ? സാരമില്ല, ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം. 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്താടി എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാം. ആദ്യം കുറെ സംസ്കൃത ശ്ലോകർ വരും വൈകുന്നേരം ആവുമ്പോ. പരദൂഷണം പറയാൻ. മോളെ, വാക്ക് കുറച്ച് ഏറി പോകുന്നു. മോളത്രേ അച്ഛൻ അവരുടെ കൂടെ തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിച്ചൂടെ? മൂത്തോരല്ലേ അവര്. അവരുടെ അഹമ്മത്ത് ഞാൻ എന്തിനു സഹിക്കണം? നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയുന്നത് നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹാ, ഞാൻ പറയുന്ന അഹങ്കാരം തോന്നിയാസം. ഇവറ്റിക്കൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. അമ്മ, നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ടാ നിങ്ങൾ ഒറ്റയ്ക്കായത്. നിങ്ങളുടെ ഭാര്യ വരെ. വേണോട്ടാ, ആരും നന്ദ നന്ദന നന്ദ. ബാർബി ടോൺ പതിവായി കഴിക്കാറില്ല. അതൊക്കെ കല്യാണത്തിനിടയിൽ മറന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ചൊള്ളിതീനുള്ള കുട്ടിയാണല്ലോ. 4 കൊല്ലം തുടർച്ചയായി കഴിച്ചാൽ കംപ്ലീറ്റ് മാറുന്ന ചിലർക്ക് 4 കൊല്ലം, വേറെ ചിലർക്ക് 6 കൊല്ലാവും ഇത്. ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണു, സുഖമില്ലാത്ത കുട്ടിയാണ് അമ്മൂന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല ഇത്. എന്നാലും നിന്നെക്കൊണ്ട് സുഖമില്ലാത്ത ഒരു കുട്ടിയെ. ഇതൊരു മഹാരോഗമൊന്നുമല്ല അച്ഛാ, ക്യാൻസറോ പകർച്ചവ്യാധിയെ പോലെ. എന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെക്കായിരുന്നു. ഇനി പറ്റില്ലല്ലോ. ഇപ്പോഴല്ല, നേരത്തെയും പറ്റില്ല അച്ഛാ. എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ ഇവരുടെ കാര്യം പറഞ്ഞ അച്ഛനെന്നെ നാവ് കെട്ടിട്ടല്ലോ. പെരം നിറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല, അത്രയ്ക്ക് കുരുത്തക്കേട് ഞാൻ വാങ്ങി വെക്കില്ല. ഗൗരിയുടെ ജാതദോഷത്തെ കുറിച്ച് ഞാനും ആലോചിച്ചു എന്ന് വെച്ചാൽ മതി. അസുഖമുള്ള കാര്യം അറിഞ്ഞപ്പോഴെങ്കിലും നീ പറഞ്ഞിരുന്നു വെച്ചാൽ. അപ്പോഴേക്കും വൈകി. കഴിഞ്ഞ കാര്യങ്ങള് ഇനി എന്തിനാച്ചാ പറയണേ? ഏടത്തി അനിയനും കൂടി ഈ വയസ്സരെ പറ്റിച്ചില്ലേ? ഇല്ലച്ചാ, കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മോന് ഇങ്ങനെ ഒരു അസുഖം വന്നെന്ന് വെച്ചാ നമ്മൾ ഉപേക്ഷിക്കോ അത് ചികിത്സിക്കോ? ഇതങ്ങനെയല്ലല്ലോ. ആണെന്ന് വിശ്വസിച്ചാ ഈ വിഷമൊക്കെ മാറും. ഒക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ അച്ഛാ. വേണോട്ടിനവിടെ ഡോക്ടറെ പറഞ്ഞയക്കാൻ പോയതാ. ഇപ്പൊ വരും. ഭേദമുണ്ടോ? മരുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ലേ? 1-2 ദിവസം കഴിച്ചില്ലെന്ന് തോന്നുന്നു. അവിടെ ആവുമ്പോ നന്ദൻ ഓർമ്മിച്ചെടുത്തു തരും. ഞാൻ ഇടയ്ക്കത് മറക്കും. പതിവ. തുടർച്ചയായിട്ട് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊക്കെ അവനവൻ ഓർമ്മിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എന്താണാവോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണേ? പൂജയും പാട്ടും എത്ര കഴിച്ചു, മരുന്ന് എത്ര കഴിച്ചു. എന്നോട് കരുപ്പ് തോന്നുന്നുണ്ടാവും. എന്താ ഇത്? സമാധാനായിട്ടിരിക്കെ. തല ചുറ്റി വീഴാൻ പോകുമ്പോ ആരും ഇല്ലാണ്ടാവണം തോന്നുക.
വേണോട്ടാ, ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ ഒരു 5 മിനിറ്റ് ക്ഷമിക്കോ, സഹിക്കോ, പിന്നെ ഒക്കെ ശരിയാവും. അല്ലാണ്ട് എന്നെ പിന്നെ ദേഷ്യപ്പെട്ടാല് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല വേണോട്ടാ. ഒന്നും സാരമില്ലമ്മോ, കുഴപ്പമില്ല. അട്ടപ്പാടിന്ന് ഒരു ആദിവാസി വൈദ്യൻ ഇവിടെ ക്യാമ്പുണ്ട്. അയാൾ ഒരു ഒറ്റമൂലി തന്നു. ബാർബിറ്റോണും ഇതും കൂടി ആവുമ്പോ പച്ചമരുന്നിന് എന്തായാലും റിയാക്ഷൻ ഉണ്ടാവില്ല. ഗുണം ഉണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ബാർബിറ്റോൺ നിർത്തിയോ? ഡോക്ടർ പറഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ട്. അത് ഞാൻ വൈദ്യനോടും പറഞ്ഞു. കേട്ടപ്പോ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. അമ്മോ, ഞാൻ ഇറങ്ങാ. ഗൗരി ഇങ്ങോട്ട് വരാൻ നിന്നതാ. ഞാനും നോക്കിട്ട് വരാന്ന് പറഞ്ഞു ഓടി പോകും. ആഹാ, ഇത്ര വേഗം പോവാ? നന്ദൻ പേടിക്കൊന്നും വേണ്ട, എനിക്കിപ്പോ ഒന്നുമില്ല, ഞാൻ ഉഷാറാ. അത് കേട്ടാ മതി എനിക്ക്. നീ എന്നാ ഇനി അങ്ങോട്ട് വരണേ? നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് വരാം. അച്ഛാ. ആ, എന്നാലും എന്റെ നന്ദസാറേ, ആ ശുദ്ധഗതിക്കാരുടെ ഇതൊന്നും വേണ്ടില്ലായിരുന്നു. കല്യാണം കഴിക്കാനും പ്രസവിക്കാനും പാടില്ലാത്ത ഈ പെൺകുട്ടിയെ ആ വേണുവിന്റെ തലയിൽ കെട്ടി വെക്കേണ്ട വല്ല കാര്യം ഇനി ഉണ്ടായിരുന്നു? അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഇങ്ങോട്ട് വാ. ആ അമ്മ പറയാനായിട്ട് നന്ദൻ വിഷമിക്കണ്ട. ഇടുമ്പിയാ, ഞാനോട്ട് എന്നും വഴക്കാം. ഏതായാലും മോള് കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്ക്. ഇങ്ങോട്ട് തരൂ, ഞാൻ അറിയാം. വേണ്ട, ഞാൻ ചെയ്തോളാം. തരൂ അച്ഛാ. ആ, നീ കൈ മുറിക്കും. ഒന്നുമില്ല. ഗുളിക കഴിച്ചായിരുന്നോ? രാത്രിയെ കഴിക്കണ്ടേ, ഇന്നലെ കഴിച്ചു. അച്ഛാ, ഞങ്ങളുടെ മുറിയുടെ മച്ചടിച്ചു വരാൻ ഒരാളെ വിളിക്കണം. അതിനെന്തിനാ ഒരാള്? നമുക്കെന്നെ ആയിക്കൂടെ? അയ്യോ വേണ്ട, അവിടെ നിറച്ച് പാറ്റയാ, വലുത്. ഞങ്ങളുടെ അവിടെ ഒരൊറ്റ പാറ്റയില്ല. എനിക്ക് പേടിയാ പാറ്റയെ. നിനക്ക് പേടിയില്ലാത്ത എന്താ ഉള്ളത്? ഉണ്ടല്ലോ അച്ഛൻ. അമ്മൂന് ഇതൊക്കെ അറിയുവോ? കൊറേശ്ശെ. അവിടെ വെള്ളച്ചി അതൊക്കെ ചെയ്യാ. അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ. അടിച്ചു വാരാത്തോണ്ടാ ഇവിടെയൊക്കെ ഇത്ര പൊടി. ഇന്ന് രാവിലെ ഞാൻ തുമ്മി തോറ്റു. പൊടി തട്ടിയാ അപ്പ തുമ്മല് വരും. എന്തോ അലർജിയാ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അച്ഛാ, കുറച്ചു ദിവസം ഞാൻ ഞങ്ങളുടെ അവിടെ പോയി നിന്നോട്ടെ. നിങ്ങളുടെ എവിടെയോ? ഇത് പിന്നെ ആരുടെയാ? അതല്ല, അവിടെ വല്യമ്മയും വെള്ളേച്ചിയും കുട്ടിമാമയും നന്ദനെയൊക്കെ കാണാതെ എനിക്ക് എന്തോ പോലെ. അമ്മൂന് ഇവിടെ തീരെ പിടിക്കണ്ടാവില്ല അല്ലേ? ഉള്ള സൗകര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് വേണ്ടത്. തുടക്കത്തിൽ ഇത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോ ഇനി എനിക്ക് ഞങ്ങളുടെ അവിടേക്ക് പോകാനേ പറ്റില്ല? എപ്പോ വേണേലും പോകാലോ. അച്ഛാ, എന്നെ ഞങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ? നിന്നോളൂ, എനിക്ക് ഒരു വിരോധമില്ല. വേണോട്ടിന് വിരോധം ഉണ്ടാവും. സമ്മതിക്കില്ല. അല്ല, എനിക്ക് സമ്മതമല്ല. അച്ഛനോട് ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ എനിക്ക് സമ്മതമല്ല. അതോട്ട് എന്നോട് പറയാൻ വേണ്ട. എന്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കിപ്പോ ശേഷിയുണ്ട്. അതില്ലാതാവുമ്പോ മതിയല്ലോ. അച്ഛനൊന്നും പറയണ്ട. ഭാര്യയോട് താമസിക്കാൻ എന്നെ കിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോകാൻ തിടുക്കുള്ളത് ആർക്കാന്ന് വെച്ചാൽ പോവാം. ഇങ്ങനെ ദുരഭിമാനവും വെച്ച് നടക്കേണ്ട കാര്യമില്ല. അമ്മുവിന്റെ മനസമാധാനത്തിന് വേണ്ടി നിനക്കിതിൽ ക്ഷമിച്ചാലെന്താ, സഹിച്ചാലെന്താ? എന്തൊക്കെ സഹിക്കണം ഞാൻ? ഇനി എന്തൊക്കെ സഹിക്കണം? ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ. അമ്മുവിന് ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയണത് കേക്ക് വേണു. നിങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി താമസിക്കും. എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തൊന്നും അല്ലല്ലോ. എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നു പോവാലോ. അവിടെ പോയി താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്കറിയാം, നീ അത് പറയുകയും ചെയ്തു. പക്ഷേ ഇഷ്ടമില്ലാത്ത എത്ര കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോ ഒരു ഗുണത്തിനല്ലേ ഒന്നും അല്ലെങ്കിലും. അല്ല, അവരിതുവരെ എത്തിയില്ലേ ഗൗരി? രാവിലെ പുറപ്പെട്ടപ്പോ എത്ര സമയം കഴിഞ്ഞല്ലോ. നല്ല നീലമാമ്പഴ അകത്ത് വെച്ചോളാം. അരങ്ങത്ത് വരുന്നതിന് മുമ്പുള്ള അരങ്ങേറ്റക്കാരന്റെ അവസ്ഥയാണല്ലോ ഇത്. എല്ലാം മറന്നോ? അമ്മൂന് നീലമാങ്ങ ഇഷ്ടാണെന്ന് പറഞ്ഞ് അന്തരം ഇന്നലെ എന്നെ കൊണ്ട് മേടിപ്പിച്ചില്ലേ 2 കിലോ. ഞാനത് മറന്നു. അനിയത്തി വരുമെന്ന് കേട്ടപ്പോ ചേട്ടന്റെ ഒരു വെപ്രാളം. വല്യമ്മേ, എന്തൊക്കെയാ കറികള്? എല്ലാം ഉണ്ട്. വന്നു കയറുമ്പോ ഇനി അതിനകത്തൊരു വഴക്കുണ്ടാക്കണ്ട. കായ്പക്ക കൊണ്ടാട്ടുണ്ടാക്കിയിട്ട് പിന്നെ വെള്ളരിക്കൊണ്ട് ഒരു പുളിശ്ശേരി. പായസം പാലട തന്നെ മതി. അതിന്റെ പിന്നെ അവൾക്കൊന്നും വേണ്ടല്ലോ. അതൊന്നും കുഞ്ഞു പ്രത്യേകം പറയണമെന്നില്ല. എനിക്ക് വല്യമ്മയ്ക്കെല്ലാം മനപ്പാടാ. ആ ഗൗരി, അമ്മൂന്റെ മുറി ഒന്ന് ശ്രദ്ധിച്ചോളൂ. കട്ടിലിൽ വെളുത്ത വരി വിരിച്ചാൽ മതി. അവളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് വേണ്ട. ആ, അത് ചോദിച്ചല്ലോ. വേണുവിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങൾ വല്ലതും ഉണ്ടോ? അമ്മൂന്റെ കാര്യത്തിനടക്കം അവന്റെ കാര്യങ്ങളൊക്കെ മറന്നു. എല്ലാ കൂട്ടത്തിലും കൂടുന്ന സ്വഭാവം അവന്റെ. പ്രത്യേകിച്ച് ഇല്ല, അങ്ങനെയൊന്നും. ആ, അങ്ങനെ ആൺകുട്ടികള്. നിന്നു, നിന്നു.
ആ എല്ലാരും പൊയ്ക്കോ. നന്ദാ, ഞാൻ വന്നു. കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ അല്ലേ? വന്ന് നിനക്കൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. വാ. വാ ഇങ്ങോട്ടാ, ഞാൻ അകത്തോണ്ടേ വെക്കാം. വല്യമ്മേ, മോളെ പുള്ളിപ്പോ പെറ്റൂല്ലേ വെളുത്തി? ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട, നീ വെയിലത്ത് തൊടിയിലേക്കൊന്നും ഇറങ്ങണ്ട. അതിന് ഞാനൊന്ന് കാണട്ടെ നന്ദാ. പൈക്കുട്ടിയെ മൂരിക്കുട്ടിയെ വിളിച്ചേ. പൈക്കുട്ടിയെ മോളെ, അതിനും പുള്ളിയുണ്ട്. നീ വന്ന കാലം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കണ്ട. വാ അകത്തേക്ക് വാ. ഈ വല്യമ്മ ഒന്നിനും സമ്മതിക്കില്ല. ആ, എത്തിയില്ലേ? ഹെ, എന്താ അങ്ങനെ വന്ന കാലം നിക്കണേ? ദക്ഷയാഗത്തിന് ചെന്ന നന്ദികേശ്വരനെ പോലെ ഇരിക്കുക. ഇവനത് ഭവിക്കണം, ഇന്ന കാലം വരണമെന്നൊക്കെ നമ്മളെ ചില ആണുങ്ങളുടെ മണ്ടയിൽ പണ്ടേ എഴുതി വെച്ചിട്ടേ മാറ്റാമായോ അത്. ഇരിക്ക. ഭാര്യാഗ്രഹേ പരമസുഖം 10 ദിവസം എന്നാണല്ലോ. അനുഭവിച്ചാണ് ഞാനും. എന്താ അങ്ങനെ നിക്കണേ? ഇരിക്ക. ആഹാ, നീ ഇവിടെ തന്നെ നിക്ക. വാ, ഇതാണ് നിങ്ങൾക്കുള്ള മുറി. എന്തായാലും അധിക ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഒട്ടും ഇഷ്ടമായിട്ടില്ല. പിന്നെ ഓരോ വേഷം കിട്ടുമ്പോ അതിനനുസരിച്ച് ആടണമല്ലോ. വേണം, ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് വേണുവിനറിയാലോ. എല്ലാരും പറയണത് ഇത് തന്നെയാ. സഹിക്കുക, ക്ഷമിക്കുക. എത്രത്തോളം ആണായി അഭിമാനത്തോടെ ജീവിക്കണം നേരമല്ലേ മുമ്പ് ഗൗരവടുത്തി പറഞ്ഞിരുന്നത്? ഇപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഗൗരവടുത്തി. നീ വേണ്ടത്ര ശ്രദ്ധിക്കാത്തോണ്ടാ അമ്മൂന് വീണ്ടും അസുഖം വന്നെന്ന് നന്ദേട്ടൻ പറയണേ. ശരി, അതിന്റെ കുറ്റം എനിക്കിരിക്കട്ടെ. എല്ലാ കുറ്റം കെട്ടിവെക്കാൻ ഇവിടെ ഒരു ശിരസുണ്ടല്ലോ. അന്ന് ഉച്ചയ്ക്ക് അവൾ എന്തൊക്കെയാ വീട്ടിൽ കിടന്ന് കാട്ടിക്കൂട്ടിയെന്ന് ഗൗരവടുത്തിക്ക് അറിയോ? വീട്ടിൽ ഒന്നേരം മുഴുവൻ അപമാനിച്ചത്. പോട്ടെ, നമ്മുടെ അച്ഛനും അമ്മയും എന്തൊക്കെയായാലും നിനക്ക് ഇത്തിരി ക്ഷമിക്കായിരുന്നു. അത്രയൊക്കെ ക്ഷമ എനിക്കുള്ളതെന്ന് വെച്ചോളൂ. ശാപം കിട്ടിയ ജന്മവും ഈ വേണുവിന്റെ. ജനിച്ചപ്പോ തന്നെ അമ്മ പോയി. സ്നേഹിച്ച പെണ്ണ്. വേണ്ട, എന്തിനാ അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണ? ഇപ്പൊ നോക്കി വളർത്തി അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് പോന്നിരിക്കുന്നു. ഇനി അങ്ങനെ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കാൻ പറയോ നിങ്ങളുടെ നന്ദേട്ടൻ? അതിന് യോഗം ഉണ്ടാവും ഈ വേണുവിന്. വിധിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മള്. വിനയം കൊണ്ട് ഒരു അബദ്ധം ഉണ്ടാവില്ല. ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് അത്ര അപമാനമൊന്നും അല്ല വേണു എന്ന് ഗൗരിയടുത്തേക്ക് തോന്നുന്നു. ഇപ്പൊ തോന്നുന്നു. എല്ലാവർക്കും തന്നെ തോന്നുമായിരിക്കും സ്വന്തം കാര്യം വരുമ്പോ. വേണു, എന്താ നീ പറഞ്ഞത്? സ്വന്തം കാര്യമെന്നോ? ആരുടെ സ്വന്തം കാര്യം? എന്റെയോ? നോക്ക്, എല്ലാം വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങിയവളാ ഞാൻ നിനക്ക് വേണ്ടി. വേണോട്ടാ, അത് ശരി, ഇവിടെ നിൽക്കണോ? ഗന്ധർവൻകാവില് വിളക്ക് വെക്കാറായി. ഇന്ന് പൂജയുള്ള ദിവസല്ലേ? ഞാൻ വരുന്നെന്ന് കേട്ടിട്ട് നേരത്തെ എന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നു നന്ദൻ. വരൂ വേണോട്ടാ, വരാൻ. തുടങ്ങാറായില്ലേ പരമ? നന്ദൻ പറഞ്ഞല്ലോ തുടങ്ങാറായിന്ന്. വെളിച്ചപ്പാടും കുറുപ്പും വരണം. കൊട്ടാൻ പരമൻ റെഡിയാ. വേണോട്ടാ, ഇതാണ് വെള്ളച്ചി തലണ പരമൻ. ഈ പരമന് ചാരായി മാറ്റി കൊടുക്കുന്ന ഗന്ധർവന്മാരാ. ഈ കമ്മൂട്ടി വെറുതെ പറഞ്ഞതാ. ഞാനൊന്ന് മുങ്ങി കുടിച്ചിട്ട് വരാം. ഞാൻ പറയണല്ല, വെള്ളച്ചി പറയണ. ആ, എന്താടാ ഉണ്ട ക്ലാസ് കുരിഞ്ഞിരിക്കുന്നേ? പിണക്കോ? ഇല്ല. വേണോട്ടാ, ഇതാണ് എന്റെ സാമ്രാജ്യം. ഇനി വേണോട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാ. ഡ്രസ് അലക്ക, ചായ ഉണ്ടാക്കി തരിക, ഷൂ പോളിഷ് ചെയ്യാ ഒക്കെ. അത് നടന്നേനെ. ചായ ഉണ്ടാക്കാൻ കൂടി അമ്മവെച്ചിക്ക് അറിയില്ല. പൊടി, ഞാനതൊക്കെ അവിടുന്ന് പഠിച്ചു. അമ്മവെച്ചേ, വെള്ളം തിളപ്പിച്ചിട്ടാണോ ചായപ്പൊടി ഇടുക, അതോ ചായപ്പൊടി ഇട്ടിട്ടാണോ വെള്ളം തിളപ്പിക്കുക? പൊടി ഇവിടുന്ന്. ആഹാ, വേണോട്ട് കളിയാക്കിച്ചിരിക്കുക. എന്നാ നാളെ മുതൽ കണ്ടോ? ഓ, കാണാം.